ഫെലിക്സ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഫെലിക്സ്, ഈ സെല്ലിനുള്ളിൽ ഇത്തരത്തിലൊരു പുതപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ പുതപ്പ് ഉപയോഗിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് എങ്കിൽ നേരത്തെ ഫെലിക്സ് സൂചിപ്പിച്ചതുപോലെ ഈ പുതപ്പ് ഉപയോഗിച്ച് ഇറങ്ങാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കും. കയറുന്നത് എങ്ങനെ, ഈ 7.5 മീറ്റർ ഉയരമുള്ള മതിൽ കയറുന്നത് എങ്ങനെ എന്നതാണ് സംശയമായി അല്ലെങ്കിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 1:10 ഗോവിന്ദസ്വാമി ജയിലിൽ ചേർന്നത്. ഈ വിവരം ജയിൽ അധികൃതർ പുലർച്ചെയാണ് അറിയുന്നത്. അവർ സെല്ലിൽ പരിശോധന നടത്തുമ്പോൾ 6 മണിയോടുകൂടിയാണ് സെല്ലിൽ പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഗോവിന്ദസ്വാമി സെല്ലിലില്ല എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് വളപ്പിൽ, അതായത് ജയിൽ വളപ്പിൽ മുഴുവൻ പരിശോധന നടത്തി. ആ സമയത്തും അവിടെ കണ്ടെത്തിയില്ല. തുടർന്നാണ് പോലീസിൽ 7 മണിയോടെ വിവരം അറിയിക്കുന്നത്. 6.25 മണിക്കൂർ ഈ ജയിലിന് പുറത്തെത്തിയ ഗോവിന്ദസ്വാമിക്ക് സമയം ലഭിച്ചു എന്ന് വ്യക്തമാണ്. അപ്പോൾ എവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെയും ജയിൽ കയറാനുള്ള ശ്രമം ഗോവിന്ദസ്വാമി നടത്തിയ വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുകൂടി കണക്കിൽ എടുത്തുകൊണ്ടുള്ള പരിശോധനയും സുരക്ഷാ സംവിധാനങ്ങളും ജയിലിൽ ഒരുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷാ ജയിലുകളാണ്. കൊടും കുറ്റവാളികളെ പാർപ്പിച്ചൊരു ജയിലാണ്. അങ്ങനെ ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെ ഇതിന് പുറത്തേക്ക് കിടക്കാൻ കഴിയുമെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ 10-ാം നമ്പർ ബ്ലോക്ക് തന്നെ അതീവ സുരക്ഷാ ജയിലാണ്. അതുകൊണ്ടാണ് 10-ാം നമ്പർ ബ്ലോക്കിന് ചുറ്റും ഒരു മതിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതിന് പുറത്ത് മറ്റൊരു വലിയ മതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ അതീവ സുരക്ഷയുള്ളൊരു ജയിലിന്റെ അകത്തു നിന്നും ഗോവിന്ദസ്വാമിക്ക് ഒരു കത്തിയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പി മുറിക്കാൻ അതിനുള്ള ആയുധം എവിടെ നിന്ന് കിട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ആയുധം ഉപയോഗിച്ച് ഈ സെല്ലിന്റെ കമ്പി മുറിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ഗോവിന്ദസ്വാമി ഈ വീപ്പ് ഉപയോഗിച്ച് കമ്പി മുറിക്കുക എന്നത് എളുപ്പമുള്ളൊരു കാര്യമേ അല്ല. ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചൊക്കെ നമ്മളൊരു ചെറിയ കമ്പി മുറിക്കാൻ എടുക്കുന്ന സമയമോ ഉണ്ടാകുന്ന ഒച്ചയോ നമുക്ക് വളരെ നന്നായി അറിയുന്നതാണ് നമുക്ക് എല്ലാവർക്കും. അങ്ങനെയെങ്കിൽ വലിയ ഘനമുള്ള ഒരു കാസ്റ്റ് അയൺ കമ്പി ഒരു അരം ഉപയോഗിച്ച് മുറിക്കുക എന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് നടപ്പാവുന്ന കാര്യമാണോ? ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? മാത്രവുമല്ല, ഈ ശബ്ദം ഒരാളും കേൾക്കാതെ പോയോ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നാണ് ഈ സംശയം ഉണ്ടാവുന്നത്. തീർച്ചയായും ആ ഒറ്റ കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഇന്നലെ തീരുമാനിച്ച ജയിൽച്ചാട്ടമല്ല. ഗോവിന്ദസ്വാമി നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഗോവിന്ദസ്വാമിയെ ജയിലിൽ ആരൊക്കെ സന്ദർശിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ?